നമസ്കാരം. ഷൂട്ടിങ്ങിനിടെ നടൻ ജോജു ജോർജിന് പരിക്കേറ്റു. കമൽഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം. മണിരത്നവും കമൽഹാസനും 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ്. തൃഷ കൃഷ്ണനാണ് ചിത്രത്തിലെ നായിക. ഷൂട്ടിങ്ങിനിടെ ജോജുവിൻ്റെ കാൽപാദത്തിൻ്റെ എല്ലിന് പൊട്ടലുണ്ടായി. ഹെലികോപ്റ്ററിൽ നിന്നും ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ജോജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കമൽഹാസനും നാസറിനുമൊപ്പമുള്ള രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ജോജുവിൻ്റെ കാലിന് പരിക്കേൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ജോജു കൊച്ചിയിൽ തിരിച്ചെത്തി. കോളിവുഡ് ഇതിഹാസങ്ങളായ മണിരത്നവും കമൽഹാസനും ഒന്നിക്കുന്ന ചിത്രമെന്നതിനാൽ പ്രഖ്യാപന സമയം മുതൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമ കൂടിയാണ് തഗ് ലൈഫ്. കഴിഞ്ഞ വർഷം കമൽഹാസൻ്റെ പിറന്നാളിനോടനുബന്ധിച്ച് ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചിരുന്നു. താരത്തിൻ്റെ കരിയറിലെ വൻ പ്രൊജക്റ്റുകളിൽ ഒന്നായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. ജയം രവി, ഗൗതം കാർത്തിക്, തൃഷ, ഐശ്വര്യലക്ഷ്മി, അഭിരാമി, നാസർ, വയ്യാപുരി തുടങ്ങി വമ്പൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന ക്യാരക്ടർ ടീസറുകളും പോസ്റ്ററുകളും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ചിത്രത്തിൻ്റെ ലീക്കായ ലൊക്കേഷൻ ചിത്രങ്ങൾ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. രംഗരായ ശക്തിവേൽ നായ്ക്കർ എന്നാണ് ചിത്രത്തിൽ കമൽഹാസൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പേടി സ്വപ്നമായിരുന്ന തഗ്ഗികളുടെ ജീവിതകഥയാണ് ചിത്രത്തിൽ കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രാചീന ഇന്ത്യയിലെ പ്രൊഫഷണൽ കൊലപാതകങ്ങളും കൊള്ളക്കാരുമായിരുന്നു തഗ്ഗികളെന്നാണ് ചരിത്രം പറയുന്നത്. തഗ്ഗികൾ തങ്ങളുടെ പ്രവർത്തനം തുടർന്നതായും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തഗ്ഗികളുടെ പിൻഗാമികളെത്തി മോഷണവും കൊലപാതകവും നടത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.